നമസ്കാരം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും ഹരിയാനയിലെ ഹിസാറിലേക്ക് പോകുന്ന കോയമ്പത്തൂർ ഹിസാർ AC എക്സ്പ്രസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് കയറിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ വിൽവാഡെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ഇവിടെ ക്രോസിംഗ് ഒന്നുമല്ല, എന്താ പറയുക, സിഗ്നൽ കിട്ടി. കാരണം ക്രോസിംഗ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ വണ്ടിയൊന്നും ഇല്ല. അതെ, ഇല്ല. അതുപോലെ തന്നെ സമയം എന്താ പറയുക, ഒരു 7:30 കഴിഞ്ഞു. നമുക്ക് ഈ പറഞ്ഞ പോലെ നിൽക്കാൻ വേണ്ടി വേറെ സിഗ്നലൊന്നും വേറെ സ്റ്റേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടല്ല. അതുപോലെ എന്താ പറയുക, വീഡിയോ സ്റ്റാർട്ടിങ് കുറച്ച് ലേറ്റ് ആയത്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് രത്നഗിരിയാണ്. ഒരു 47 കിലോമീറ്റർ പോകാനുണ്ട്. പിന്നെ ഇപ്പൊ ക്രോസിംഗ് ഇല്ല പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇത് ഗുഡ്സ് ട്രെയിൻ ആണെങ്കിലോ അത് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള സംഭവം നമുക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ കിട്ടുമല്ലോ. അതുപോലെ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത്, അതായത് രാത്രി കിടന്നത് B7-ലാണ്. നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇത് വരുന്നത്, കോച്ച് വരുന്നത് B6-ലാണ്. RAC-ലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് പോയി കാണാം. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ ആ യാത്ര ചെയ്ത് അതിൽ തന്നെ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് TT ഒരു എന്താ പറയുക ഒരു ബർത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പനവേര് വരെയുള്ള സംഭവം. കാരണം അതിലേക്ക് അങ്ങ് ബിക്കാനീർ വരെ പോകാൻ പറ്റില്ല. ഇന്നും ഭാഗ്യമുണ്ടെങ്കിൽ നൈറ്റ് അഹമ്മദാബാദിലാണ് നൈറ്റ് എത്തുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഈ കൊങ്കൺ റൂട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ, ഇങ്ങനെ കോടയൊക്കെ കയറി സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ആ ഒരു ഭാഗത്താണ് സൂര്യനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് B7, നമ്മുടെ കൊച്ച് തൊട്ടപ്പുറത്തുള്ളത്. കോയമ്പത്തൂർ ഹിസാർ 22476 അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. ഇനിയിപ്പോൾ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്, ഏതാണെന്ന് നോക്കാം. ആപ്പിലൊന്നും കാണിക്കുന്നില്ല, നോക്കാം എന്തായാലും. നേരത്തെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ ഹോൺ അടിച്ച് വരുന്ന ശബ്ദം കേട്ടില്ലേ, അത് ഗുഡ്സ് ട്രെയിൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് ഷൂട്ട് ചെയ്തില്ലേ. ഇപ്പൊ രാവിലെ പല്ലൊക്കെ തേക്കാൻ അവയൊക്കെ ബ്രഷൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ രാവിലെ പല്ലിയേക്കാം. ട്രെയിൻ ഇപ്പൊ അടുത്തൊരു സ്റ്റേഷനിലെത്തിരിക്കുകയാണ്, അഡാവലി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ക്രോസിംഗ് ആണ്. ലോക്മാന്യത്തിൽ നിന്ന് മഡ്ഗാവിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അതിപ്പോൾ ഇതിലൂടെ വരും. വേണ്ട, ഇവിടെ കൊടിയൊക്കെ വീശാനുള്ള ഈ ആളൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്ക് വഴി ഇപ്പോൾ വരും, വണ്ടി വരുന്നുണ്ട്. ഈ കൊങ്കൺ റെയിൽവേയിൽ ഇപ്പോഴും ക്രോസിംഗ് വരാനുള്ള കാരണം സിംഗിൾ റൂട്ട് ആയതുകൊണ്ടാണ്. ഡബിൾ ലൈനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വണ്ടി വളരെ പതുക്കെയാ പോകുന്നു. നേരത്തെ ഒരു ഗുഡ്സ് ഇതിനെക്കാട്ടി നല്ല സ്പീഡിൽ പോയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതും ക്രോസിംഗ് തന്നെയാണ്. ദാദർന്ന് സാവന്ത്വാടിയിലേക്ക് പോകുന്ന ടുട്ടാരി എക്സ്പ്രസ്, അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇങ്ങനെ വളഞ്ഞ വണ്ടി വരിക. രാവിലെ രത്നഗിരി എത്തുന്നതിന് മുന്നേ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ലൊരു വ്യൂ കാണാം, നല്ല കിടിലം വ്യൂ ആണ്. ഇപ്പോൾ രാവിലെ വാങ്ങിച്ചത് ഇഡ്ഡലി വടയാണ്. 2 ഇഡ്ഡലിയുണ്ട്, ഒരു വടയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാമ്പാറും ഉണ്ട്. ഇത് സാമ്പാറാണോ ചട്നിയാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? സാമ്പാർ തന്നെയാണ് അല്ലേ? ഇതിന് 40 രൂപയാണ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഉപ്മാവൊക്കെ ഉണ്ട്. ഏതൊരു ടണൽ വഴി ഇപ്പോൾ കയറിയിട്ടുണ്ട്.
സമയം ഇപ്പോൾ 8:52 രത്നാഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതേ ഇല്ല, അപ്പോഴത്തേക്ക് എത്തി. പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ഉള്ളത് വടാപ്പാവ്, രത്നാഗിരി സ്പെഷ്യൽ വടാപ്പാവ്. ഈ വണ്ടി ഇവിടെ നിന്ന് വടാപ്പാവുകളെല്ലാം വരുന്നത്, നല്ല വടാപ്പാവാണ്. ഇവിടെ വണ്ടി ഇനിയിപ്പോൾ കുറേ നേരം നിർത്തും, കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് മിക്കവാറും വാട്ടറിങ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ച ഭക്ഷണമില്ലേ, ഒരു വകക്ക് കൊള്ളില്ല എന്ന് തന്നെ പറയാം. കാരണം ആ സാമ്പാറിൽ ഇങ്ങനെ പുളിപ്പ് വരിക അല്ലേ. സാമ്പാർ ഞങ്ങൾ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എന്താ പറയുക, അതിൻ്റെ ആ ഒരു മാവ് നമുക്കൊരു നമ്മളെ എന്തായാലും ആ രുചി തോന്നൂല. നമ്മുടെ സൗത്ത് ഇന്ത്യ തന്നെയാണ് എന്താ പറയുക ഇഡലി വടയൊക്കെ നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ ഇഡലി വട കേൾക്കുമ്പം അങ്ങ് വാങ്ങിപ്പോവും, കാരണം നല്ല ഫുഡാണല്ലോ. ഈ ബ്രെഡ് ഓംലെറ്റ് എല്ലാം കഴിക്കുന്നതിന് പേര് നമുക്ക് അതാണല്ലോ ബെറ്റർ എന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിപ്പോവും. നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അല്ല, ഇനിയിപ്പോ ഈ മുംബൈ എത്തിയാൽ പനവേലിൽ നമുക്ക് ചോറ് വാങ്ങിക്കാം. ഉച്ചക്ക് ചോറ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് അതൊരു അടിപൊളിയാണ്, അത് അടിപൊളി ഭക്ഷണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇനിയിപ്പോ ഇവിടുന്ന് ഒരു വടാപ്പാവ് വാങ്ങിയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോ പാസഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ബിഹേവ് ഒക്കെ വളരെ മോശം. അതായത് പുള്ളി ഒരു ഫാമിലി ഒരു 7 ആളായിട്ടാണ് വന്നത്. അവർക്ക് ഒരു 300-600 ക്യാബിനില്ല, അത് അവർക്ക് തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാതെ രക്ഷയില്ല. കാരണം അതൊരു സ്വഭാവം അങ്ങനെയാണ്. കാരണം എങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, കാരണം ഞങ്ങൾ തന്നെ 2 പേര് അവിടെ എങ്ങനെ ഇരിക്കുന്നത്. അതിന് പുറമേനെ അയാളും കൂടെ 3 ആളും കൂടെ അവിടെ വന്നിരുന്നാല് പുള്ളിക്കാരനെ ആ ഒരു ക്യാബിനെ ആ ഒരു ഫാമിലിന്റെ മൊത്തം ഉണ്ട് ഇവിടെ, അവിടെ പോയിരുന്നാ മതി. സൈഡ് അപ്പുറമുള്ള ആൾക്ക് താഴെ വന്നിരിക്കാനുള്ള അവകാശമുണ്ട്, അയാളുടെ അവകാശമാണ് നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ പുള്ളിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും അവിടെ വന്നിരുന്നാലേ പുള്ളിക്ക് അതെന്താ പറയാ ഒരു സംതൃപ്തി കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മളൊരു എന്താ പറയാ, നമുക്ക് അയാളെ ഫേസ് കാണിക്കണമെന്ന് ആവശ്യമില്ല, കാരണം നമ്മൾ ആ ഒരു റെസ്പെക്റ്റിൽ എടുക്കുന്നതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരുപാട് യാത്രക്കാരെ കണ്ടതാണ്, അങ്ങനെ ആ വെച്ച് നമ്മൾ ഒഴിവാക്കി വിട്ടു. നവീൻ ഇതേ വടാപ്പാവൊക്കെ വാങ്ങിച്ചു വന്ന്, ഇതാണ് വടാപ്പാവ്. ഇത് 2 ബെന്നു പോലത്തെ ഇതിലുണ്ടല്ലോ, ഇത് ആഡ് ചെയ്തിട്ട് കഴിക്കണം, വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ. അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇതിന് 30 രൂപയാണ് കേട്ടോ വരുന്നത്. വിസിലടിക്കുന്നുണ്ട്, ഇപ്പൊ വണ്ടി എടുക്കും. ഇത് കഴിക്കാം. വണ്ടി ഇവിടുന്ന് എടുത്തത് നവീനിത ഇവിടുന്ന കഴിക്കുന്നത്. അതിന്റെ അകത്തോയ പിന്നെ അയാളെ ഇത് നോക്കി കഴിക്കണ്ടേ അല്ലേ. കഴിക്കേണ്ട രീതി തന്നെ കഴിക്കുന്നത്. കഴിക്കട്ടെ മതി. ഇവിടുന്ന് ഇതാ വണ്ടി എടുത്ത് രത്നാഗിരി. കാരണം നമ്മൾ യാത്രയിൽ ഒന്ന് വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്തൊരു തന്നെയാണ്. എത്ര നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മോശം യാത്രയുണ്ട്, മോശം അനുഭവം ഉണ്ടാകുന്നുണ്ട്. രണ്ടും മിക്സാണ്. ഇത് രണ്ടും വെച്ച് ഒരുമിച്ച് വെച്ചിട്ട് ഇതിലൊന്ന് മുക്കണം അല്ലേ, ജസ്റ്റ് അത് വെച്ച് ചേർത്തിട്ടാ കഴിക്കേണ്ടത്. അപ്പൊ നിനക്കൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് ഞാൻ രണ്ടാമത് കഴിച്ചോളാം. ട്രെയിൻ ഇപ്പോൾ ബോക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ക്രോസിംഗ് ആണ്. ഇപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഏത് വണ്ടിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം ഏത് വണ്ടിയാണെന്ന്. ഗുഡ്സ് ട്രെയിനാണ്, എക്സ്പ്രസ് അല്ല. ഉക്ഷി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇതേ എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രോസിംഗ് തന്നെയാണ്, പിന്നെന്തിനാ നിർത്തുന്നത് അറിയാമല്ലോ. വന്ദേ ഭാരത് വരാനാണ്, അതായത് മുംബൈ മഡ്ഗാവ് വന്ദേ ഭാരത്. അതിപ്പോൾ ഇതിന് മുന്നിലുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസിംഗ് കാണാം. ഈ ഉക്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ്. അതെ. പെട്ടുപോയാൽ പെടും. കാരണം നമ്മൾ ഒരു വർഷം മുന്നേ ഒരു ന്യൂസിൽ കണ്ടിട്ട് ഉക്ഷിയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനടുത്ത് പുലി ഇറങ്ങിയത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. കാരണം അങ്ങ് ഭാഗം കാണുന്നത് ഒരു എന്താ പറയാ ടണലാണ്. ടണലിന്റെയും ഈ ഒരു ഭാഗത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, അവിടെയാണ് ടണൽ ഉള്ളത്. ആ ഒരു ഭാഗം ശരിക്കും കാണാം, ടണലൊക്കെ കേറി ഇങ്ങനെ വരുന്നത് കാണാം. നല്ല രസാ, കിട്ടലും വൈബുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഉക്ഷി. കുരങ്ങന്മാരുണ്ടോ? അതെ, ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് തന്നെ. ആ കുരങ്ങനെ ഇവിടെയുള്ള ഒരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് കഴിക്കുന്നുണ്ട്. കണ്ടാ, റെയിൽവേ സ്റ്റേഷൻ പകുതിയുള്ള ആ ഒരു ടണലിന്റെ അവിടെയാണ്. അവിടെ ഉക്ഷി എന്നുള്ള ഒരു നെയിം ബോർഡും ഉണ്ട്. കിടലിനാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ആ വണ്ടി ഇപ്പൊ ഇതിലൂടെ വരും. വന്ദേ ഭാരത് വരുന്നുണ്ട്. മഡ്ഗാവ് വന്ദേ ഭാരത്.
വേണ്ടിയിട്ട് ഹോൺ അടിച്ച് തന്നത്. ഉക്ഷി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്ത്. ഇതാ നെയിം ബോർഡ് ഉക്ഷി. ഇതാണ് ആ ഒരു പറഞ്ഞൊരു ചെറിയൊരു ടണൽ. ഇപ്പോൾ ഒരു കാമാത്തെ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇതെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, മുംബൈ മഡ്ഗാവ് തേജസ് എക്സ്പ്രസ്. തേജസ് നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് മുഴുവനും നമുക്ക് ക്രോസിങ് തന്നെയാണ്. ഈ തേജസ്സിന് ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. ഒരു തവണ ട്രാവൽ ചെയ്യാം. മുംബൈയിൽ നിന്ന് മഡ്ഗാവിലേക്ക് തന്നെ വരാം. ഈ തേജസ് എക്സ്പ്രസ് പ്രൈവറ്റ് ബേസ് അല്ല, ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. പുറകിലായിട്ട് തന്നെയുണ്ട്. സമയം ഇപ്പം 10:40. ചിപ്ലൂണിലെത്തി. ഈ ഒരു ഭാഗത്തുണ്ട മുഴുവനും മലനിരകളാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. ചിപ്ലൂൺ ഇവിടെ 3 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് സ്റ്റോപ്പ്. ഈ കൊങ്കൺ റൂട്ടിലേക്ക് കൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെഡ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണാം. നല്ലൊരു ഹെൽപ്ഫുള്ളാണ് അത്. ചിപ്ലൂൺ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ വണ്ടിയുണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടി എടുക്കണമെങ്കിൽ ഒരു വണ്ടി വരണം. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളത്തോട്ട് പോകുന്ന മംഗള ഇപ്പം വരണം. അത്ര അതൊരു 4 കിലോമീറ്റർ മുന്നേ ഉണ്ട്. അത് വന്ന ശേഷമല്ലേ വിടുള്ളൂ, കാരണം സിംഗിൾ ട്രാക്ക് ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ RAC ആണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കോയമ്പത്തൂർ നിസാർ വരെ 5000 രൂപയുടെ അത്ര ടിക്കറ്റ് ചാർജ് വരെ ഉണ്ടായി. അത് ഞാൻ പറയട്ടെ, ഇത്രയും പൈസ മുതലൊരിക്കലും ഒരു സീറ്റ് ഒരു ബെർത്ത് അത് അത്യാവശ്യമായിട്ട് പോകുമ്പോൾ ഇതൊക്കെ കിട്ടുന്ന അനുഗ്രഹമായിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഇത്രയും ഒരു ലോങ് യാത്രയിൽ ഈ ഒരു ജനറൽ വെയിറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് ഈ RACയിലോട്ട് പോയിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാവുന്നത്. നേരെ മറിച്ച് PKW പൂൾഡ് കോട്ടയാണെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ല. അതെ, പൂൾഡ് കോട്ട അത് ചെറിയൊരു യാത്രയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ വഡോദരക്കോ അഹമ്മദാബാദിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് ബെർത്ത് കിട്ടിയേനെ. കാരണം അത് റെയിൽവേക്കും ലാഭമാണ്, നമ്മൾക്ക് നഷ്ടമാണ്. പക്ഷെ നമുക്ക് യാത്ര പോയേ പറ്റൂ. കാരണം ഈ ഒരു യാത്ര നമ്മൾ മുടങ്ങുകയാണെങ്കിൽ അപ്കമിങ്ങിലെ മുഴുവൻ കൺഫേം ആയ ടിക്കറ്റുകൾ നമ്മൾ ക്യാൻസൽ ആക്കേണ്ടതാണ് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഫോട്ടോ കണ്ടോ, കാരണം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതായത് ഈ ഒരു RAC ബർത്തിൽ ഞങ്ങൾക്ക് ഇരുന്ന് പോകേണ്ട അവസ്ഥ. മാന്യമായ രീതി കാല് പോലും വെച്ച് എന്താ പറയുക, രാവിലെ മുതൽ രത്നഗിരി മുതൽ ഈ ചിപ്ലിന് എത്തുന്നവരെ അവസ്ഥ കണ്ടില്ലേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ബിഹേവിയർ ഇതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. ഇവിടെ ഇതാ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള വന്നിട്ടുണ്ട്. അത് വന്ന ശേഷം നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്ത് ഇനിയിപ്പോൾ 200 കിലോമീറ്ററിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് പൻവേലാണ്. നമ്മളവിടെ പോയിട്ട് ഇനി ഇരിക്കുക, അല്ലാതെ വേറെ രക്ഷയില്ലല്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. മംഗളയും ഹിസാർ AC സൂപ്പർഫാസ്റ്റും മുഖാമുഖം. മംഗള ഇന്ന് വലിയ ഡിലേ ഒന്നുമില്ല. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഇപ്പൊ റോഹ റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊങ്കൺ റെയിൽവേന്ന് മാറി സെൻട്രൽ റെയിൽവേയിലോട്ട് നമ്മൾ കയറി. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ സീരിയൽ കെട്ടി നിന്നു. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന നല്ലൊരു കാഴ്ചയാണ്. നല്ല മലനിരകളാണ് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാം. അത് പോയി കണ്ട. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട്, നല്ല മലനിരകളാണ് ആ ഒരു ഭാഗത്തേക്ക്. ആ വണ്ടി പോയി.
നമ്മളെ വണ്ടിക്ക് ഇവിടുന്ന് ഇപ്പോഴും സിഗ്നൽ കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. വേണ്ട, മൊത്തം ആ പായൽ കയറിയിട്ട് നിൽക്കുക. നല്ല വെള്ളമുണ്ട്. ട്രെയിൻ സ്ലോ ആയല്ലോ. ഇത് ഈ ഒരു ഭാഗത്തുനിന്നൊരു ലൈൻ വരുന്നുണ്ട്. അവിടെ ഒരു വണ്ടി വെയിറ്റിംഗ് ആണ്, ഒരു ഗുഡ്സ് ട്രെയിൻ. നമ്മുടെ വണ്ടി പോയാൽ മാത്രമേ അത് അവിടെ നിന്ന് വരുള്ളൂ. പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി അടുത്തോണ്ട് നിൽക്കുകയാണ്. പനവേൽ ഇവിടെ ട്രെയിൻ 1:20 എത്തേണ്ടത്. ഇപ്പോൾ 1:50 അരമണിക്കൂർ വണ്ടി ഇടിയില്ലേ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഊണുണ്ടോ നോക്കാം. എന്തായാലും വരേണ്ടതാണ് ഇവിടെ. വണ്ടിയൊക്കെ വരുമ്പം ഇവിടെ വരുമോ അവര്? മീൻകറി ഊണായിട്ട് വരേണ്ടതാണ്. നമ്മുടെ മലയാളി ചേട്ടന്മാരെ ഇവിടെ വെക്കുന്നുണ്ടല്ലോ. പനവേല് വണ്ടി എത്തി. ഇവിടെ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ തന്നെ ഇതാ മീൻകറി ഊണ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയി കഴിക്കാം. നല്ല വിശപ്പ്. പിന്നെ സബർബൻ ട്രെയിനിൻ്റെ ഇതൊക്കെ ഇവിടെ പണിയാണല്ലോ. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വർക്ക് കിടക്കുന്നുണ്ട്. കയറിക്കോ, നല്ല തിരക്കാ. ഈ ഒരു ഫുഡില്ലേ, മലയാളി ഫുഡ്, ഇവിടെ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ അവർ പുറത്തുണ്ടാവും. ഇതെൻ്റെ ഊണാണ്. ആകെ ഒരു പ്ലേറ്റ് ഇല്ല. ആ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. ഈ നവീൻ്റെ ഊണും കൂടി ഉണ്ട്. പിന്നെ അതൊന്ന് പപ്പടം കൂടി ഉണ്ടല്ലേ. പപ്പടം ഉണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ ട്രെയിനുകൾ വരുമ്പോൾ തന്നെ ഇവിടെ എന്താ പറയുക, നമ്മുടെ ചേട്ടന്മാർ ഫുഡ് വെക്കാനായിട്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. 150 രൂപയാണ് ബിരിയാണി. ഞങ്ങൾ പിന്നെ ബിരിയാണി ട്രൈ ചെയ്തില്ല. ഊണ് മതി ചോദിച്ചു. അതെ. ഊണിന് 100 രൂപയാണ്. മീൻകറി വിത്ത് ചോറ്. എന്തൊക്കെയുള്ളത് നോക്കണ്ടേ. ഒരു കൂട്ടം കറികളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ചോറ് വരാണ്ട് അത്ര പുറത്തോട്ട് കുത്തിരിച്ചോറാണ്. മീൻകറി ഉണ്ടാവും. എന്തായാലും ഒരു നല്ലൊരു മീൻ്റെ കഷ്ണം ഉണ്ടാവും. അത് അച്ചാറ് പിന്നെ ഒരു അവിയൽ പോലത്തെ സംഭവമാണ്. എന്തൊരു തോരൻ. ഇതൊരു പയറ് തോരൻ. പിന്നെ സാമ്പാർ. അത് മീൻകറി. ഒരു മീൻ കഷ്ണം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അയലാവാനാണ് ചാൻസ്. ഇതേ പനവേലിൽ നിന്ന് വണ്ടി എടുത്ത്. പനവേൽ 5 മിനിറ്റിന് മേലെ വണ്ടി നിന്നു. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. അതിലൂടെ ഒരു ലോക്കൽ ട്രെയിനും അതാ വരുന്നതാ. ഈ നല്ല സ്പീഡിലാണ് അത് വരുന്നത്. ഒരു ലുക്ക് അല്ലേ ഇത്. ചർച്ച് ഗേറ്റ്, ബാന്ദ്ര, ദാദർ, അന്തേ ആ ഒരു ഭാഗത്തുനിന്നൊക്കെ വരുന്ന ലൈനാണിത്. മുംബൈ സെൻട്രലും അതങ്ങ് പോയതാ. ഇത് ഇവിടെ നിന്നൊന്നും ഓൾറെഡി വരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എത്തി. വസൈ റോഡ്. ഇത് AC ലോക്കൽ. ഇത് നോൺ AC. ഇന്ത്യയിലെ നിലവിൽ ഇപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോക്കോമോട്ടീവ് ഇതാണ്. WG-12. സ്പീഡല്ല, അതിൻ്റെ പവറാണ്. ആസാദി കാ അമൃത് മഹോത്സവ്. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 3 മണിക്ക് എത്തേണ്ട വണ്ടി 15 മിനിറ്റ് ഡിലേ ആയി 3:15 മഹാരാഷ്ട്രയിലെ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്തതിന് ഗുജറാത്തിലാണ് സ്റ്റോപ്പ്. വാപ്പി.
കുറച്ചെന്തായാലും പോവും. പിന്നെ ഇനി അങ്ങോട്ട് നല്ല സ്പീഡായിരിക്കും ട്രെയിന്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നോക്കാം. ഓ, ഇത് പോകുന്നതിൻ്റെ വലിയ ശബ്ദമാണ്. ട്രെയിൻ ഇപ്പോൾ പാൽഘർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ റെയിൽവേയിലേക്ക് ട്രെയിൻ കയറിയതിന് ശേഷം പറക്കേന്ന് വണ്ടി. ട്രെയിൻ 130 അടുത്ത് തന്നെ പോകുന്നു. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പാൽഘർ റെയിൽവേ സ്റ്റേഷൻ 130 സ്കിപ്പ് ചെയ്ത് നോക്കിയേ. 130. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്കൂടെയൊക്കെ വരുന്ന ട്രെയിനില്ലേ, മുംബൈ കഴിഞ്ഞ് സൂറത്ത് വഡോദര ഭാഗത്തേക്ക് പോകുമ്പോൾ വണ്ടി പറക്കുന്നത്. ഇതാ 130 തന്നെ എല്ലാ വണ്ടിയും പോവുക. അതിപ്പോൾ ഏത് സമ്പർക്രാന്തി ആയാലും രാജധാനി ആണെങ്കിലും ഏത് വണ്ടി ആയാലും ഇതേ സ്പീഡിൽ തന്നെയാണ് പോവുക. ഒരു ഓവർടേക്കാണ്. നോർമല് എക്സ്പ്രസ് ട്രെയിൻ. വഡോദരൻ്റെ WP5. അങ്ങനെ ഗുജറാത്തിലെ ആദ്യത്തെ സ്റ്റോപ്പായ വാപ്പിയിലെത്തിയിരിക്കുകയാണ്. വാപ്പിയിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ എത്തി. വാപ്പി ഇവിടെ 2 മിനിറ്റ് വണ്ടിക്ക് ഹോൾട്ട് ഉണ്ട്. വാപ്പിന്ന് ആൾക്കാരൊക്കെ കയറാനുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്വീപിലേക്കൊക്കെ പോകണമെങ്കിൽ വാപ്പിയിൽ ഇറങ്ങാം. വാപ്പിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ കിട്ടും. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് ആ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല. ഒരിക്കലും നമുക്ക് അവിടെ പോകണം. നല്ല രീതിയിൽ കവർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദാമൻ ദ്വീപിൽ കാണാൻ, പ്രത്യേകിച്ച് ബീച്ചൊക്കെ. അതെ അതെ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് സൂറത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്കലേശ്വർ, അത് കഴിഞ്ഞ് വഡോദര, അങ്ങനെയാണ് ഇനി വരുന്ന സ്റ്റോപ്പുകൾ. സമയം ഇപ്പം 5:20. ട്രെയിൻ ഇപ്പം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. 115 തന്നെ വണ്ടി പോകുന്നുണ്ട്. 16 ഇയേഴ്സ് വെച്ച് തന്നെ വണ്ടി വിടുന്നത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ റെയിൽവേ കയറി നല്ല സ്പീഡാണ്. പിന്നെ അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന RAC ആണല്ലോ. കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയോ മറ്റൊരു കോച്ചിൽ സീറ്റ് കിട്ടുന്നുണ്ടായി. ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ചാൻസ് കുറവാണ്. അഹമ്മദാബാദ് എത്തിയാൽ മാത്രമേ നമുക്ക് സീറ്റിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഭാഗ്യമുണ്ട് കിട്ടും. ട്രെയിൻ ഇപ്പോൾ ഉദ്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്, ഇപ്പം കാണാം. ഉദ്ന റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിനഗർ ക്യാപിറ്റൽ ടു മുംബൈ സെൻട്രൽ വന്ദേ ഭാരത്. ഉദ്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:52. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കണ്ടതാ, ഇവിടെ നിന്നാണ് ഉദ്ന മംഗളൂരു സ്പെഷ്യൽ ട്രെയിനൊക്കെ ഉള്ളത്. ഗുജറാത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് സൂറത്ത്. ആ സൂറത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂറത്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ 2ാമത്തെ വലിയ നഗരമാണ് സൂറത്ത്. 1ാമത് വരുന്നത് അഹമ്മദാബാദാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും പോവുക? ഒന്നിലേക്ക് തന്നെ ആയിരിക്കുമോ? മിക്കവാറും ഒന്നിലേക്ക് തന്നെയാണ് മിക്കവാറും പോകുന്നത് തന്നെ. അന്ന് നമ്മളെ ഗാന്ധിധാം ഹംസഫറിനൊക്കെ വരുമ്പോൾ ഒന്നിലേക്ക് തന്നെയാണ് പോയത്. ഇനി ഇതിലേക്ക് പോകുമെന്ന് അറിയില്ല, നോക്കാം. നല്ല തിരക്കായിരിക്കും ഈ ഒരു സമയത്ത്. വൈകുന്നേരം ആയല്ലോ, എന്തായാലും ഇനി നല്ല തിരക്ക് കാണും. മുകളിലേക്ക് കൂടെ ഒരു പാലൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരുത്തനെ തല്ലുന്നുണ്ട് RPF. ഇവിടെ എന്തിനാ RPF ഇങ്ങനെ അടി കൊടുക്കുന്ന അറിയാം? പുള്ളിക്ക് പൂര പൂസാണ്. ട്രാക്കിലേക്കൊക്കെ വലിഞ്ഞു കയറുക,
ട്രെയിനിലേക്ക് വലിഞ്ഞു കയറുക, അതൊക്കെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് RPF ചെയ്യുന്നത്. പുള്ളിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നെങ്കിൽ വെള്ളം അടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല കാര്യമാണ് അത് RPF ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ സമയം ഇപ്പോൾ 6:03 സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വണ്ടി വന്നത്. ഇതാ സൂറത്ത്. പ്ലാറ്റ്ഫോം നമ്പർ 1. സമയം ഇപ്പോൾ കറക്റ്റ് 6:05. ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഇവിടെ ഇപ്പോൾ ഏതെല്ലോ വണ്ടിയൊക്കെ വരാനുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ വണ്ടിക്ക് 3 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഈ ഒരു സൂറത്തിലെത്തുന്നതിന് മുന്നേ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഒരു RPF തല്ലുന്ന കാര്യത്തിന് അത് പുള്ളിക്ക് പൂര മത്തായിട്ടാണ്. കാരണം ഇവിടെ മദ്യനിരോധനമാണ് ഈ ഒരു ഗുജറാത്തിൽ. അതെ, അതുകൊണ്ടിട്ട് എനിക്കൊന്നും മദ്യമാണെന്ന് അറിയില്ല. എന്താണെന്നറിയാം, സംഭവം പുള്ളിക്ക് എന്തെങ്കിലും വിഷയമുണ്ട്. RPF ചെയ്ത് വളരെ ഉപകാരമായി. പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ സൂറത്തിൽ. പിന്നെ അതുപോലെ തന്നെ സൂറത്ത് വലിയൊരു സിറ്റിയാണ്, ഡയമണ്ട് സിറ്റിയാണ്. നമ്മുടെ തുണികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഒരു സ്ഥലമാണ് സൂറത്ത്. ട്രെയിൻ ഇപ്പോൾ അങ്ക്ലേശ്വർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി അടുത്തതാണ് വഡോദര. അതിന് മുന്നേ തന്നെ ഒരു വലിയൊരു റിവർ ഉണ്ട്, നർമ്മദ റിവർ. രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽസ് കാണിക്കുക കുറവ് തന്നെ ആയിരിക്കും, കാരണം ഒന്നും കാണില്ല. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. വഡോദര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മഹാരാജ എക്സ്പ്രസ് അല്ലേ ഇത്? അതെ, മഹാരാജ ലക്ഷറി ട്രെയിനാണ് തൊട്ടിപ്പുറത്തുള്ളത്. വഡോദരയിൽ നമ്മുടെ ട്രെയിന് 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ദേ ഇവിടെ ഇതാ വണ്ടി വന്ന് നിൽക്കുന്നതാ. ഇവിടെ കണ്ടില്ലേ, മഹാരാജ എക്സ്പ്രസ്. എൻ്റെ അമ്മ ലക്ഷറി ട്രെയിൻ. ഇതൊക്കെ ടിക്കറ്റ് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് ഇതിൽ കയറണമെങ്കിൽ, ഈ ഒരു വാതിൽ തുറന്ന് കയറണമെങ്കിൽ. അതുപോലെ നമ്മുടെ ട്രെയിൻ വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം മഹാരാജ ഉള്ളത്. ഈ നമ്മുടെ കോച്ച് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ കോച്ച് 2022 നിർമ്മിച്ച കോച്ചാണ് കണ്ടേ. 22 ആദ്യം എഴുതിയിട്ട് കണ്ടതാ. പിന്നെ അവിടെ നിന്നൊക്കെ എല്ലാവരും ഫോട്ടോയും ഇതൊക്കെ എടുക്കുന്നുണ്ട്, കാരണം ഇതൊക്കെ അങ്ങനല്ലേ പറ്റുള്ളൂ. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തെ വിഷ്വൽസ് ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. അകത്തേക്കൊന്നും കാണാനൊന്നും പറ്റൂല. എന്തായാലും അടിപൊളി. ഇപ്പം നമുക്ക് രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇവിടുന്ന് എവിടെന്നെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നൊന്നുമില്ല. ഞാൻ അതൊന്ന് പാൻട്രിയിൽ തന്നെ നോക്കാം, അങ്ങനെ എന്തെങ്കിലും നോക്കാം നമുക്ക്. 10 മിനിറ്റ് ഹോൾഡ് ഉണ്ടല്ലോ. സമയം ഇപ്പം കറക്റ്റ് 8 മണിയായി. ഇവിടുന്ന് ഇതേ വണ്ടി എടുത്ത് നവീൻ ഫുഡ് വാങ്ങിക്കാൻ പാൻട്രിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിലൂടെ ഒന്നും പോകുന്നൊന്നുമില്ല, പിന്നെ അവിടുന്ന് വാങ്ങിക്കട്ടെ. ഇത് വണ്ടി നീങ്ങി തുടങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പ് ആനന്ദാണ്. സമയം ഇപ്പം കറക്റ്റ് 8:28. ആനന്ദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ നവി പാൻട്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒന്നും വാങ്ങിച്ചില്ല. കാരണം വെജ് ബിരിയാണി കഴിക്കണ്ടെന്ന് വെച്ചോണ്ടാണ്, വല്ല ചപ്പാത്തിയോ വെജ് കറിയൊക്കെ പ്രതീക്ഷിച്ചാൽ പോയത്. അതൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് നമുക്ക് എന്തെങ്കിലും ലഘു വരും. കാരണം നമ്മുടെ ഈ ഒരു ഫുഡിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നോക്കണമല്ലോ. അതിൽ വെജ് കാനേ ഉള്ളൂ, അത് 200 രൂപയാണ്. അത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ട് കഴിക്കുന്നില്ല എന്ന് കരുതി. പിന്നെ നമ്മള് എന്താ പറയുക, ഉച്ചക്ക് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അഹമ്മദാബാദ് എത്തുമ്പോൾ അത് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം, അതാണ് വിചാരിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. ഇതുണ്ടല്ലോ ഈ കാണുന്നത്, ഇത് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റെ വർക്കാണ്. അതായത് ബുള്ളറ്റ് ട്രെയിൻ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വന്നാൽ ഇതുവഴിയാണ് പോവുക മുംബൈയിലോട്ട്, അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലോട്ട്. കോയമ്പത്തൂരിൽ നിന്നും 1744 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഗുജറാത്തിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 9:25. ഇവിടെ 1-ാം നമ്പറിലേക്ക് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, നോക്കാം. പ്ലാറ്റ്ഫോം 1 അല്ല, 2 അല്ല, ഇത് 3, 4ലേക്കായി. ഇത് എത്രയിലേക്കെയോ പോകുന്നത്, ഇത് ഇതിലേക്കോ പോകുന്നത്. ഇവിടെ വേറെ വണ്ടി ഉണ്ട് കണ്ടോ. ഇവിടെ
തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അഹമ്മദാബാദ് ജംഗ്ഷൻ. അഹമ്മദാബാദ് ജംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു നെയിം ബോർഡ് ഉണ്ട്. ഇത് നവീനെ കാണണ്ടേ? നവീൻ ഇതാ ഇവിടെ. ഇതിന്റെ അകത്തൊന്നും പറഞ്ഞാലൊന്നും കേൾക്കൂല. ഇതിന്റെ അകത്താണുള്ളത് നവീൻ. ഇന്ന് രാത്രിക്ക് തൽക്കാലം ഇതാ കഴിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു ബെർത്ത് തന്നെ ഉള്ളു, വേറെ ബെർത്തൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല. വണ്ടി മൊത്തം ഫുള്ളാണ്. കാരണം ഒരു ഇവിടുന്ന് അഹമ്മദാബാദ് വേറെ കോട്ടയുണ്ട്, ജോധ്പൂരൊക്കെ വരുന്നതായതുകൊണ്ട് നല്ല തിരക്കാണ്. നമുക്ക് വേറെ കോച്ചൊന്നും ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോലൊന്നും കിട്ടിയിട്ടില്ല, ഭാഗ്യമില്ല എന്ന് പറയാം. എന്നാലും ഇന്ന് RIC തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഒരൊറ്റ സംഭവം കിട്ടിയുള്ളൂ. കമ്പനിയൊക്കെ ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്താലും നമുക്ക് ഒരാൾക്ക് കിട്ടൂല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ എന്താ പറയാ, അഹമ്മദാബാദ് എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കോയമ്പത്തൂർ RIC എക്സ്പ്രസിന്റെ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പം RICയിൽ അങ്ങനെ കിടക്കാം. അതെ, നമ്മളിന്ന് യാത്ര ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ വിൽവാഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഈ അഹമ്മദാബാദ് വരെ 834 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ചെയ്തത്. ഓടിയ ദൂരമൊക്കെ കണ്ടു. നല്ല ഫുഡൊക്കെ ആയിരുന്നു ഉച്ചക്കൊക്കെ കഴിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ രാത്രി കഴിക്കാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഒരു സേഫ്റ്റി ഒക്കെ നോക്കണമല്ലോ, വൃത്തി മെയിനായിട്ട് നോക്കണം. അതെ, അതുകൊണ്ടാണ്. പിന്നെ RIC പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരുന്നിട്ട് തന്നെയാണ് പോകുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം രാത്രിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്ന് പോകേണ്ട അവസ്ഥയായി പോയി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് നല്ല RIC പോകുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഒരു വെറുത്ത് മാത്രം കിട്ടുമ്പോൾ ഒരു വിഷമമുണ്ട്, അതാണ് മെയിൻ. ഒരാൾക്ക് നഷ്ടം തന്നെയാണ് ആ പൈസ. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത്. ഇപ്പോൾ അടുത്തൊരു പാർട്ട് രാവിലെ എവിടെയാണ് എത്തുന്നത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ഹിസാർ വരെ. ഹിസാറിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആ ഒരു പാർട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.